പ്രതിഷേധക്കാർക്ക് നേരെ പെല്ലറ്റ് ഗൺ പ്രയോഗിച്ച സംഭവത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെയും വിമർശനവുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ രംഗത്ത്. ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയായിരുന്നു KC വേണുഗോപാലിന്റെ പ്രതികരണം. രാജ്യത്ത് പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒളിച്ചോടുകയാണെന്ന് KC വേണുഗോപാൽ ആരോപിച്ചു. സമരത്തിനിടെ പരിക്കേറ്റ സാഹിൽ എന്ന വിദ്യാർത്ഥിക്ക് നേരെ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചത് ആരാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ഒരു പാർലമെന്റ് സമ്മേളനത്തിന് മുഴുവൻ ഞങ്ങൾ ചോദിച്ച ചോദ്യം അതായിരുന്നു, ആരാണ് ഈ പെല്ലറ്റ് ഗൺ ഉത്തരവാദി? പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച് വെടിവെക്കാൻ ആരാണ് ഉത്തരവിട്ടത്? ആരാണ് അനുമതി കൊടുത്തത്? ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാതെ അമിത്ഷാ ഒളിച്ചോടുകയായിരുന്നു, ഓടി രക്ഷപ്പെടുകയായിരുന്നു. പാർലമെന്റിന്റെ മുറിയിൽ വന്നിരുന്ന് അകത്ത് കയറാതെ 17 ദിവസവും അദ്ദേഹം മാറി നിൽക്കുകയായിരുന്നു. ഇത് കണ്ടതാണ്, ലോകം കണ്ടതാണ്, ഇന്ത്യ കണ്ടതാണ്. ഈ സഹീൽ എന്ന് പറയുന്ന വിദ്യാർത്ഥി, പെല്ലറ്റ് ഗണിൽ പരിക്കേറ്റ വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയെ അണിനിർത്തിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ഇത് പെല്ലറ്റ് ഗണ്ണാണ്, ഇത് ആരാണ് ഉപയോഗിക്കാൻ നിർദ്ദേശം കൊടുത്തതെന്ന് അറിയാൻ ഞങ്ങൾക്ക് ബാധ്യതയുണ്ട്, രാജ്യത്തിന് ഉത്തരവാദിത്വമുണ്ട്. അവർ മറുപടി പറഞ്ഞില്ല. കഴിഞ്ഞ ഒരാഴ്ച മുമ്പേ സഹീൽ ഈ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. നിങ്ങൾക്ക് നേരെ ഒരു അക്രമം ഉണ്ടായി വെച്ചോ, നിങ്ങൾ ആരെങ്കിലും നേരെ അക്രമം ഉണ്ടായാൽ നിങ്ങളുടെ അവകാശമാണ് പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുക്കുക. ആ പരാതിയിൽ പോലീസ് FIR ഇടും. FIR ഇടുമ്പോൾ അതിന് പ്രതിയാണെന്നൊന്നും അർത്ഥമില്ല. FIR അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്. അവർ ഒരാഴ്ചയായിട്ടും കേസെടുത്തില്ല. അതുകൊണ്ടാണ് സഹീലിൻ്റെ അമ്മയും വക്കീലും പ്രതിപക്ഷ നേതാവിൻ്റെ അടുത്ത് വന്നപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, നിങ്ങളെ കൂട്ടി ഞാൻ പോലീസ് സ്റ്റേഷനിൽ വരാം. അങ്ങനെയാണ് പാർലമെന്റ് മന്ദിരത്തിനടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക്, സൻസദ് മാർഗിലെ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിപക്ഷ നേതാവ് പോയിട്ട് പറയാണ്, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്, ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പോയി പറയാണ്, ഈ കുട്ടി തന്നിരിക്കുന്ന പരാതി അനുസരിച്ച് ഒരു FIR ഇടണം. ആകെ ചോദിച്ച ഒറ്റ ചോദ്യമാണ്, ഒരു രാജ്യദ്രോഹവും അദ്ദേഹം ചോദിച്ചിട്ടില്ല. ഈ കുട്ടിക്ക് പെല്ലറ്റ് ഗൺ അക്രമത്തിൽ കണ്ണിന് പരിക്കേറ്റിട്ട് കണ്ണിലെ കാഴ്ചശക്തി നഷ്ടപ്പെടുന്ന രീതിയിലാണ് ആ കുട്ടിയുടെ അവസ്ഥ. അമ്മയും ആ കുട്ടിയും വന്ന് പരാതി തന്നിട്ടുണ്ട്. അവിടെ ഒരു FIR ഇട്ട് അന്വേഷിക്കണം. ഈ ന്യായമായ ആവശ്യം പോലും അംഗീകരിക്കില്ല എന്നാണ് പോലീസ് പറഞ്ഞത്. പോലീസ് ഒറ്റക്ക് പറഞ്ഞതല്ല, അമിത്ഷാ നിർദ്ദേശം കൊടുത്തിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. അത് വ്യക്തമാണ്. ഞങ്ങളെല്ലാം പോലീസ് ഓഫീസർമാരോട് സംസാരിച്ചു ഫോണിലൂടെ. അപ്പോൾ അതിന് വ്യക്തമാണ്, മുകളിൽ നിന്നുള്ള ഉത്തരവിൻ്റെ ഇന്നയാളെന്ന് അവർ പറയില്ലല്ലോ. അപ്പോൾ അമിത്ഷാ നിർദ്ദേശം കൊടുത്തിട്ടാണ്. അമിത്ഷാ എന്തിനാണ് ഈ വിദ്യാർത്ഥി വേട്ട തുടരുന്നത്? ഈ പാവപ്പെട്ട വിദ്യാർത്ഥികൾ എന്തിനാണ് ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്?